ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പൊ പുതിയൊരു വീഡിയോയിലേക്ക് എന്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പൊ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മൾക്ക് ലേഡീസിന്, നമ്മൾക്ക് പീരീഡ്സ് ആയിട്ടുള്ള എല്ലാവർക്കും വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു വീഡിയോ ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. കുറെ പേര് എന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു മെസ്സേജിലൂടെ, അതല്ലാതെ നേരിട്ട് എന്റെ അടുത്ത് ഒത്തിരി പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു, ചേച്ചി പീരീഡ്സ് ടൈമില് ചേച്ചി പാഡാണോ അതോ നമ്മുടെ മെൻസ്ട്രൽ കപ്പാണോ യൂസ് ചെയ്യുന്നത് എനിക്ക് കുറച്ചുപേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അതൊക്കെ ചിരിച്ചു കളയുമായിരുന്നു. ഞാൻ പ്രത്യേകിച്ച് ഒരു മറുപടി ഞാൻ കൊടുത്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോ ഇന്ന് നമുക്ക് അതിനെ കുറിച്ചിട്ടുള്ള ഒരു വീഡിയോ ആയാലോ? എല്ലാവർക്കും ഉപകാരപ്രദമായിട്ടുള്ള ഒരു വീഡിയോ അല്ലേ? ഓക്കെ, അപ്പോ ഞാൻ പാഡായിരുന്നു ഞാൻ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ബട്ട് ഞാൻ നമ്മുടെ മെൻസ്ട്രൽ കപ്പാണ് ഞാൻ ഇപ്പൊ യൂസ് ചെയ്യണേ. അപ്പോ എനിക്കറിയാം ഒത്തിരി പേര് ഈ മെൻസ്ട്രൽ കപ്പ് യൂസ് ചെയ്യാൻ പേടിച്ചിട്ടുള്ള ഒത്തിരി പേരുണ്ടാവും. എങ്കിലും ഞാനും അങ്ങനെയായിരുന്നു. അതായത് ചിലവർ വിചാരിക്കും ഓക്കെ നമ്മൾക്ക് പാഡ് നമ്മൾക്ക് അവോയ്ഡ് ചെയ്തിട്ട് നമ്മൾക്ക് മെൻസ്ട്രൽ കപ്പ് യൂസ് ചെയ്യാം എന്ന് കരുതിട്ട് കുറച്ചുപേര് വാങ്ങിച്ചിട്ടുണ്ടാവും. പക്ഷെ അത് യൂസ് ചെയ്യാൻ പേടിച്ചിട്ട് അലമാരയിൽ എടുത്തു വെച്ചിട്ടുള്ളവർ കുറെ പേരുണ്ടാവും. കുറച്ചുപേര് വാങ്ങിക്കണം എന്നുള്ളവർ കുറച്ചു പേരുണ്ടാവും. പക്ഷെ അതും ഈ പറയുന്ന പോലെ പേരുള്ളത് കൊണ്ട് വാങ്ങാതിരിക്കുന്ന കുറച്ചു പേരുണ്ടാവും. അപ്പൊ എല്ലാവർക്കും വേണ്ടി ഞാനും നിങ്ങളെ പോലെ ഭയങ്കര പേടിയായിട്ടുള്ള ഒരാളായിരുന്നു. ബട്ട് ഞാൻ യൂസ് ചെയ്യുന്നത് എന്താണ് യൂസ് ചെയ്യുന്നതെന്നും അത് എങ്ങനെ യൂസ് ചെയ്യണമെന്നും നിങ്ങൾക്ക് പറഞ്ഞുതരാൻ വേണ്ടിയിട്ടാണ് ഇപ്പോ എന്റെ വീഡിയോ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇതാണ് സാധനം. ഇതിൽ തന്നെ എഴുതിയിട്ട് പാഡ് ഫ്രീ പീരീഡ്സ്. ഓക്കെ, മെൻസ്ട്രൽ കപ്പ്. ഓക്കെ, നമ്മൾക്ക് പീരീഡ്സ് ടൈമില് ഏറ്റവും ബുദ്ധിമുട്ടുള്ള ഒരു ദിവസമാണ് ഈ 7 days എന്ന് പറയുന്നത്. നമ്മൾക്ക് ചിലവർക്ക് വയറുവേദന ഉണ്ടാവും, ചിലവർക്ക് വോമിറ്റിംഗ് ആയിരിക്കും. അങ്ങനെ നമുക്ക് ബോഡി മൊത്തം നമുക്ക് ഭയങ്കര വീക്ക് ആയിരിക്കും. ഓക്കെ, അപ്പോ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്കുള്ളത് വയറുവേദനയാണ്, നല്ല സഹിക്കാൻ പറ്റാത്ത വയറുവേദനയാണ്. ഓക്കെ, അപ്പോ പീരീഡ്സ് ടൈമിൽ നമ്മൾ പാഡ് നമ്മൾ യൂസ് ചെയ്യുന്ന സമയത്ത് എനിക്കൊരു നമുക്ക് എങ്ങനെ പോയാലും ഭയങ്കര കംഫർട്ട് ഭയങ്കരമായിട്ട് കുറവായിരിക്കും. നമുക്ക് ആ ടൈമിൽ നമ്മൾ എന്ത് യൂസ് ചെയ്താലും. ഇപ്പൊ പാഡാണെന്നുണ്ടെങ്കിലും നമുക്ക് ഒരു ഡെയിലി ഒരു 4-5 പാഡെങ്കിലും നമുക്ക് ചേഞ്ച് ചെയ്യണം. നമുക്ക് വെളിയിൽ പോകാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. ഓക്കെ ആണ്. അപ്പൊ ഞാനത് യൂസ് ചെയ്തുകൊണ്ടാണ് പറയുന്നത്. ഇപ്പൊ പാഡ് ഫുള്ളായിട്ട് അവോയ്ഡ് ചെയ്തിരിക്കുകയാണ്. ഞാനിപ്പോ യൂസ് ചെയ്യുന്നത് മെൻസ്ട്രൽ കപ്പാണ്. അപ്പൊ മെൻസ്ട്രൽ കപ്പ് എങ്ങനെ യൂസ് ചെയ്യണം എന്നുള്ളതിന്റെ ഞാൻ അത് ഓപ്പൺ ചെയ്യാണ്. അതിന്റെ എങ്ങനെ യൂസ് ചെയ്യണം എന്നുള്ളത് നമ്മൾ ഇതിൽ കൊടുത്തിട്ടുണ്ട്. ഡീറ്റെയിൽ അത് നമുക്ക് വായിച്ചു നോക്കാം. പക്ഷെ ഞാൻ പറഞ്ഞുതരാം അത് എങ്ങനെ യൂസ് ചെയ്യുന്നത്. പക്ഷെ ഇതിന്റെ കവറിന് ഒരു രക്ഷയില്ല കേട്ടോ. ഇത് കണ്ടോ, നമ്മളിത് സാധാരണ ജ്വല്ലറിയിലേക്ക് പോകുമ്പോൾ നമ്മൾ വല്ല ബ്രേസ്ലെറ്റോ മോതിരൊക്കെ ആകുമ്പോൾ അവര് ബോക്സിലിട്ട് കഴിഞ്ഞ് വെള്ളപ്പോ അവര് കവർ ചെയ്യുന്നത്. കവറൊക്കെ ഭയങ്കരമായിട്ട് അടിപൊളി കവറിംഗ് ആണ്. ഓക്കെ, അപ്പൊ നമ്മൾക്കത് ഞാനത് എടുത്ത് എറിഞ്ഞത് കേട്ടോ. ഓക്കെ, അപ്പൊ ഇത് എന്താണ് എന്നുള്ള സാധനം ഞാൻ കാണിച്ചു തരാം. ഇതാണ് മെൻസ്ട്രൽ കപ്പ് എന്ന് പറയുന്ന സാധനം. ഇത് 3 തരത്തിലാണ് വരുന്നത്. മീഡിയം വരുന്നുണ്ട്, ലാർജ് വരുന്നുണ്ട്, സ്മോൾ വരുന്നുണ്ട്. അത് നമ്മളുടെ ഹൈറ്റും വെയിറ്റും ബോഡിക്ക് അനുസരിച്ചിട്ട് ചേഞ്ച് ആവും. പിന്നെ അതുമെല്ലാം നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കുന്നത് എന്താന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് പീരീഡ്സ് ആയിട്ടുള്ള ടീനേജ് ആയിട്ടുള്ള കുട്ടികൾക്ക് ഒരു സൈസാണ്. അതുപോലെ തന്നെ നമുക്ക് ഡെലിവറി കഴിഞ്ഞിട്ടുള്ളവർക്ക് വേറെ സൈസാണ്. അതുപോലെ തന്നെ കല്യാണം കഴിഞ്ഞ് ഡെലിവറി കഴിയാത്തവർക്ക് വേറൊരു സൈസാണ്. അങ്ങനെയാണ് വരുന്നത്. അങ്ങനെ 3 സൈസാണ് വരുന്നത്. ഓൾറെഡി ഇപ്പൊ നമുക്ക് മാരേജ് കഴിഞ്ഞിട്ട് 2 കുട്ടികളൊക്കെ ആയതുകൊണ്ടിട്ടുള്ള സൈസാണ് ഞാനത് എടുത്തിരിക്കുന്നത്. ഓക്കെ, അപ്പൊ നമ്മൾക്കിത് എങ്ങനെയാണ് നമ്മൾക്കത് യൂസ് ചെയ്യേണ്ടത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ആദ്യം നമ്മള് ഭയങ്കര കെയറിംഗ് ആയിട്ട് ശ്രദ്ധിച്ചുകൊണ്ടിരിക്കേണ്ട കാര്യമാണ്. ഇതിൽ പേടിക്കാനൊന്നും ഇല്ല കേട്ടോ. ഞാൻ നിങ്ങളെ പോലെ തന്നെ ഭയങ്കര പേടിയുള്ള ഒരാളായിരുന്നു. ഇപ്പൊ ഇതാണ് യൂസ് ചെയ്യുന്നത്. അപ്പൊ എനിക്ക് ചെയ്യാം എന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കും ഉറപ്പായിട്ടും നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. ധൈര്യത്തോടെ യൂസ് ചെയ്ത് നോക്കിക്കോളൂ. നമുക്ക് പീരീഡ്സിന്റെ ആ ഒരു ബോഡി നമുക്ക് ഒരു വയറുവേദന അങ്ങനെയുള്ള കാര്യങ്ങൾ ആ ഒരു ബുദ്ധിമുട്ട് അല്ലാതെ നമ്മള് പാഡ് യൂസ് ചെയ്യുമ്പോൾ നമുക്ക് വേറൊരു ബുദ്ധിമുട്ടും കൂടി ഉണ്ട്. പക്ഷെ അത് നമുക്ക് ഫ്രീ ആവാം. ഓക്കെ, നമുക്ക് ആ ഒരു പീരീഡ്സ് ആവുന്ന ടൈമിലുള്ള ആ ഒരു ബോഡിയിൽ ഉണ്ടാവുന്ന ആ ഒരു ആ ഒരു വയറുവേദനയും വോമിറ്റിംഗ് ആ ഒരു ബുദ്ധിമുട്ടേ ഉണ്ടാവുള്ളൂ. നമ്മൾ പാഡ് യൂസ് ചെയ്യുമ്പോൾ ഉണ്ടാവുന്ന ആ ഒരു ബുദ്ധിമുട്ട് ഇത് യൂസ് ചെയ്ത് ഉണ്ടാവില്ല. അത് ഉറപ്പാണ്, അറിയില്ല എന്നുള്ളതാണ് സത്യം. ഓക്കെ, അപ്പൊ ഇത് ആദ്യം നമ്മൾ യൂസ് ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താന്ന് പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ആദ്യം നമ്മളെ കൈയൊക്കെ നന്നായി ഹാൻഡ് വാഷ് ചെയ്തിട്ട് വളരെ ശ്രദ്ധിച്ച് ചെയ്യണം. കാരണം ഇത് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പറഞ്ഞുതരാം. ഓക്കെ, അപ്പോ നമ്മൾ ആദ്യം ഹാൻഡ് വാഷ് നന്നായി ചെയ്തതിനു ശേഷം നമ്മൾ പിന്നെ ഈ സാധനം നമ്മൾ ഒരു കട്ടിയുള്ള പാത്രത്തിൽ വെള്ളം തിളപ്പിച്ച ശേഷം ഇതിട്ടിട്ട് ഒരു 5 മിനിറ്റ് തിളപ്പിക്കണം, നിന്ന് ചൂടാക്കണം. ഓക്കെ, അത് കഴിഞ്ഞതിന് ശേഷം
അത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ വാഷ്റൂമിൽ പോയി നമ്മൾ യൂറോപ്യൻ ക്ലോസറ്റില് കൂൾ ആൻഡ് കാമായിട്ട് റിലാക്സ് ചെയ്തിട്ട് ഇരുന്നതിന് ശേഷം നമ്മൾ കാണുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. നമ്മൾ ഇത് ഇങ്ങനെ ആക്കിയിട്ട് നമ്മൾ ഇൻസേർട്ട് ചെയ്യുന്നത്. നമ്മൾ ഇൻസേർട്ട് ചെയ്യണം. പേടിക്കേണ്ട കാര്യമേ ഇല്ല. ഈ പറയുന്ന പോലെ ചെയ്താൽ മാത്രം മതി. ഓക്കെ, ഇത് വളരെ ഉപകാരമായിട്ടുള്ള ഒരു വീഡിയോ ആണ്. നമ്മൾ പാഡ് എന്ന് പറയുമ്പോൾ നമ്മൾ ഒരു 5-6 പ്രാവശ്യം നമ്മളത് ചേഞ്ച് ചെയ്യണം. ഇത് പറയുമ്പോൾ ചേഞ്ച് ചെയ്യണ്ട. നമ്മളുടെ ബ്ലീഡിങ് എങ്ങനെയാണോ നമ്മൾക്ക് അറിയാലോ, അതിനനുസരിച്ചിട്ട് നമ്മളത് റിമൂവ് എടുക്കുക, കളയുക, പിന്നെ അത് വാഷ് ചെയ്തതിനു ശേഷം പിന്നെയും ഇൻസേർട്ട് ചെയ്യുക. ഓക്കെ, ഇത് വളരെ ഉപകാരമായിട്ടുള്ളൊരു സാധനമാണ് ഈ മെൻസ്ട്രൽ കപ്പ് എന്ന് പറയുന്നത്. ഞാൻ കുറച്ച് ആലോചിച്ചു, വീഡിയോ ചെയ്യണോ വേണ്ടോ എന്നുള്ള ഒരു ഉണ്ടായിരുന്നു. പിന്നെ ഞാൻ ആലോചിച്ചു, ചെയ്യണേനെന്താ, ഇത് വീഡിയോയിൽ പറയണേന് എന്താ, കുഴപ്പമൊന്നുമില്ല. എല്ലാവർക്കും ഉപകാരമായിട്ടുള്ള ഒരു വീഡിയോ ആകുമ്പോൾ നമുക്ക് ചെയ്യാലോ. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ആയിട്ട് ഞാൻ നിങ്ങളുടെ മുന്നിൽ വരുന്നത്. ഇതിൽ വാങ്ങിച്ചു വെച്ചിട്ട് യൂസ് ചെയ്യാത്തവരോ, ഇല്ലെങ്കിൽ പേടിച്ചിട്ട് യൂസ് ചെയ്യാത്തവരോ, അതില്ലെങ്കിൽ ഇനി വാങ്ങണം പക്ഷെ ഇത് എങ്ങനെ യൂസ് ചെയ്യും അങ്ങനെ ഒരു പേടിച്ചിട്ട് വാങ്ങാതിരിക്കുന്ന ആൾക്കാരോ ഒരു തരത്തിലും ഭയപ്പെടേണ്ട കാര്യമേ ഇല്ല. എനിക്ക് ചെയ്യാം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്കും ചെയ്യാൻ പറ്റും. പേടിക്കേണ്ട കാര്യമേ ഇല്ല. അപ്പൊ അതൊന്ന് യൂസ് ചെയ്ത് നോക്കുക. ഞാൻ ഇതിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ കൊടുക്കുന്നതായിരിക്കും ഇതിന്റെ ലിങ്ക്. അപ്പോൾ എല്ലാവരും പോയി വാങ്ങുക, യൂസ് ചെയ്ത് നോക്കുക. എല്ലാവർക്കും വളരെ ഉപകാരമായിട്ടുള്ള ഒരു വീഡിയോ ആണ് ഈ വീഡിയോ ആയിട്ട് ഞാൻ വന്നിരിക്കുന്നത്. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നു. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ, താങ്ക് യു.